സെക്രട്ടറി ഇല്ലെങ്കിൽ നമുക്ക് ഒരു പഞ്ചായത്ത് പ്രവർത്തിക്കും. പക്ഷെ മുറിക്കാൻ അങ്ങനെ ഓർമ്മയില്ല സാർ. അതാണ് പഞ്ചായത്ത് സെക്രട്ടറി നമ്പർ സെക്രട്ടറിയുടെ ചാർജ് ആർക്കും നടത്തില്ലേ? വിളിച്ചു. ഞാൻ ചോദിക്കുന്നത് സെക്രട്ടറിയുടെ ചാർജ് ഉള്ള ചുമതലപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ലീവ് എടുത്ത് പോകണം. അത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ കൊണ്ട് പോകില്ല. ഒരു മാനുഷ്യ പറയുന്നതാണ്. ചേട്ടാ നമുക്ക് പെട്ടെന്ന് കേട്ടാ അവര് പെട്ടെന്ന് തന്നെ റെഡിയാക്കി. അല്ല ഇപ്പൊ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യാനുള്ളത് വീടിന്റെ മുകളിൽ അത്യാവശ്യം ഒരു ചെയ്തു തരും. വൈഫ് പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയതല്ലേ, ഇനി കോടതി വഴി ക്യാഷ് പൈസ വാങ്ങിയാൽ മതി എന്നുള്ളൊരു അഭിപ്രായം പുള്ളി പറഞ്ഞായിരുന്നു. അത് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്ത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവർ മുറിച്ചു കൊടുത്തേക്കാം, ഇന്ന് തന്നെ മുറിച്ചു കൊടുത്തേക്കാം, ഇപ്പോൾ തന്നെ മുറിച്ചു കൊടുക്കാൻ ആളിനെ ഏർപ്പാട് ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം അറിയിച്ചു. ഈ വൈകുന്നേരം വൈകിട്ട് പോലും ആ വീടിന് മുകളിലുള്ള മരം അതേ സ്ഥിതിയിൽ തന്നെ തുടരുകയാണെന്ന് അറിയുകയുണ്ടായി. അപ്പോൾ തുടർന്നാണ് ഞാൻ ഈ സംഭവ സ്ഥലത്ത് എത്തുന്നത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന വീടാണെന്ന് കാണുകയും അപ്പോൾ തന്നെ വാർഡ് മെമ്പറെ കൂടി കൂട്ടി നിർത്തി ഒരു മരം മുറിക്കുവാനുള്ള ആളിനെ അവർക്ക് ലഭ്യമല്ല എങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവരെ വിളിക്കാം എന്ന് അറിയിക്കുകയും അവരെ വിളിച്ചു. ഇപ്പോൾ മരം മുറിക്കുവാനായിട്ട് ആളെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തോന്നി ഒരു നിമിഷം? ഭയങ്കര സന്തോഷം തോന്നി. കാരണം നിങ്ങൾ വന്നുകൊണ്ടാണ് ഇത് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നത്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും നമുക്കൊരു നിരാശയോടുകൂടിയാണ് മടങ്ങേണ്ടി വന്നത്. ഞാനിപ്പോഴാണ് ഇന്ന് മുറിച്ചില്ലാന്ന് മുറിക്കുമെന്നാണ് പറഞ്ഞത്. തെങ്ങ് അപ്പോൾ ആ വീടിനകത്ത് ആളുകൾക്ക് കിടക്കാൻ പറ്റത്തില്ല. അവർക്ക് കിടക്കാൻ പറ്റാത്ത കാരണം ഇത് അവർ പുറത്ത് നിൽക്കുകയാണ്, വീട്ടിൻ്റെ പുറത്ത്. അവർ ഉച്ച തൊട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അവരെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് മുറിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ആളെല്ലാം കൂടി നിൽക്കുന്നതാണ്. അവർക്ക് ആ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വേറെ ആരും പരിചയക്കാരുണ്ടാവും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് അയാളെ കൊണ്ട് പൈസ കൊടുത്തിരിക്കാം, പെട്ടെന്ന് തന്നെ ഇത് മുറിച്ച് മാറ്റിക്കാം. ഇനി വീട്ടിനകത്ത് കിടക്കാൻ പറ്റില്ല. വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, മരം കടപുഴകി വീണ ഒരു പ്രശ്നത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് എത്രയും വേഗം നടപടി ഉണ്ടായിരിക്കുകയാണ്. പരാതി ലഭിച്ച് ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇത്രയും നേരമായി മരം മുറിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് എത്തി ആരുടെയാണ് വസ്തു ഉടമയെടുത്ത് പോയി സംസാരിച്ച് കൃത്യമായൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. കഠിനകുളം CA ആണ് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ സാർ എപ്പോഴാണ് ഈ ഒരു സംഭവം അറിഞ്ഞത്? ഈ സംഭവം രാവിലെ ഞാനൊരു അബ്കാരി കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫർമേഷൻ ലഭിച്ച അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് ഇതുപോലെ ഒരു സ്ത്രീ അവരുടെ വീടിന് മുകളിലേക്ക് മരം വീണു എന്നുള്ള പരാതിയുമായിട്ട് എത്തുന്നത്. അപ്പോൾ ആ പരാതിയിൽ അപ്പോൾ തന്നെ നമ്മൾ വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഉടമസ്ഥനോട് ഈ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമി എവിടെയാണോ ഉള്ളത് ആ ഭൂമിയിലുള്ള മരമുള്ള ഉടമസ്ഥനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അയാളോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അത് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ നിന്ന് ഫോൺ ചെയ്ത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവർ മുറിച്ചു കൊടുത്തേക്കാം, ഇന്ന് തന്നെ മുറിച്ചു കൊടുത്തേക്കാം, ഇപ്പോൾ തന്നെ മുറിച്ചു കൊടുക്കാൻ ആളിനെ ഏർപ്പാട് ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം അറിയിച്ചു. തുടർന്ന് പഞ്ചായത്തിലേക്ക് കൂടി അറിയിക്കാൻ വേണ്ടി വാർഡ് മെമ്പറെ കൂടി ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ ഈ കേസുമായി അബ്കാരി കേസുമായി ബന്ധപ്പെട്ട മറ്റ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ ഈ വൈകുന്നേരം വൈകിട്ട് പോലും ആ വീടിന് മുകളിലുള്ള മരം അതേ സ്ഥിതിയിൽ തന്നെ തുടരുകയാണെന്ന് അറിയുകയുണ്ടായി. അപ്പോൾ തുടർന്നാണ് ഞാൻ ഈ സംഭവ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും നാളെ രാവിലെ മുറിച്ചു കൊടുക്കാമെന്നാണ്. പക്ഷേ ഞാൻ വീടിനകത്തേക്ക് പ്രവേശിച്ച് നോക്കുമ്പോൾ വീട് പൂർണ്ണമായിട്ടും ആ മരം വീണ് ഒരു ഭാഗികമായി തകർന്ന നിലയിലും ആ വീട്ടിൽ ഇനി ആർക്കും താമസിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എന്നുള്ള മനസ്സിലാക്കുകയാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന വീടാണെന്ന് കാണുകയും അപ്പോൾ തന്നെ വാർഡ് മെമ്പറെ കൂടി കൂട്ടി നിർത്തി ഒരു മരം മുറിക്കുവാനുള്ള ആളിനെ അവർക്ക് ലഭ്യമല്ല എങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവരെ വിളിക്കാം എന്ന് അറിയിക്കുകയും അവരെ വിളിച്ചു. ഇപ്പോൾ മരം മുറിക്കുവാനായിട്ട് ആളെത്തിയിട്ടുണ്ട്. തീർത്തും പഞ്ചായത്തിൻ്റെ ഇടപെടൽ ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ലായിരുന്നു. തീർച്ചയായിട്ടും പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഒരു ത്വരിതപരമായ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള എനിക്ക് വ്യക്തമല്ല. ഏതായാലും വാർഡ് മെമ്പർ കൂടി ഉണ്ടായിരുന്നു. അവരോട് കാര്യങ്ങൾ അപ്പോൾ തന്നെ ഞാൻ ബോധിപ്പിച്ചാണ്. പരാതിക്കാരോടും കൃത്യമായിട്ട് കാര്യം ബോധിപ്പിച്ചതാണ്. അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ പഞ്ചായത്തിനെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് അവരെ എതിർകക്ഷിയെ അറിയിച്ച് ആ മരം മുറിച്ച് നീക്കം ചെയ്യാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം നൽകിയതുമാണ്. കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ ഇക്കൊക്കെ ആശങ്ക നിറഞ്ഞതായിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തോന്നി ഒരു നിമിഷം? ഭയങ്കര സന്തോഷം തോന്നി. കാരണം നിങ്ങൾ വന്നുകൊണ്ടാണ് ഇത് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടന്നത്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും നമുക്കൊരു നിരാശയോടുകൂടിയാണ് മടങ്ങേണ്ടി വന്നത്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇന്നലക്ക് നമ്മളൊരു ചാനലുണ്ട്, പുള്ളിയെ വിളിച്ചാൽ മതി. അങ്ങനെ പുള്ളി എന്നെ എല്ലാം ഇത് അറേഞ്ച് ചെയ്തെന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ച് മീഡിയയിൽ നിന്ന്.
അത് വളരെ നന്ദി പറയുന്നു. പറയാനുള്ളത് ഇതിൻ്റെ കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്, അതും കൂടെ അവർ ചെയ്തു തരണമെന്നാണ് എൻ്റെ. കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ്, കാര്യങ്ങൾ വലിയ പാടാണ്. അപ്പം ഇത് പെട്ടെന്ന് ചെയ്യാനുള്ള നിവൃത്തിയൊന്നുമില്ല, അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഏകദേശം രാവിലെ 7 മണി തൊട്ട് ഇതുവരെയും ആശങ്ക നിറഞ്ഞതായിരുന്നു. മുറിക്കാമെന്ന് പറഞ്ഞാലും മുറിച്ചില്ല. പോലീസിൻ്റെ ഇടപെടൽ നടന്നു, 24 ചാനലിൻ്റെ ഇടപെടൽ നടന്നതുകൊണ്ട് പെട്ടെന്ന് ഇന്ന് തന്നെ മുറിക്കും. ഇന്ന് മുറിക്കാമെന്നാണ് ഇപ്പം മുപ്പാർ പറഞ്ഞിട്ട് പോയത്. അവരുമായിട്ട് സർക്കാർ ഉത്തരവ് വരണം. ഇവർ ലൈഫിൻ്റെ ലിസ്റ്റ് ഉണ്ട്, അത് സർക്കാർ ഉത്തരവ് വന്ന ഉടനെ നടപ്പാക്കുന്നു. എൻ്റെ പരിഗണനയിലുള്ളതാണ് ഈ ഒരു കുടുംബം. അതുകൊണ്ട് ഈ ഒരു നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപടികൾ വേഗത്തിലാക്കും. ഈ ഒരു കുടുംബത്തിന് നീതി നടപ്പാക്കുമെന്നാണ് ഉറപ്പാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്കും ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞതിലും ഈ ഒരു കുടുംബത്തിന് നീതി ലഭിക്കുവാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചതുമുണ്ട്. ആ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളും ഇപ്പോൾ ഒരു നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഞങ്ങളും ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഓൺലൈൻ വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ നന്ദകുമാറിനോടൊപ്പം വീണ, കഠിനംകുളം. അവതരിപ്പിക്കുന്നത് ഹോട്ടൽ കാർത്തിക പാർക്കാട് കൂട്ടം. Al-Amana Gold and Diamonds, ultimate destination for designs and diamonds. Al-Amana Gold and Diamonds. അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ? സ്വയംവര സിൽക്സ് ഇനി അടിമുടി ചേഞ്ച്, അടിപൊളി റേഞ്ച്.